Good afternoon everyone. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു ഈസ്, ആറ്, ആമ്, അതിൻ്റെ അർത്ഥം ആകുന്നു അല്ലെങ്കിൽ ആണെന്നാണ്. പക്ഷെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹാവും ഹാസും എന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. ഹാവെന്ന് പറഞ്ഞാലും ഹാസ് എന്ന് പറഞ്ഞാലും ഉണ്ടെന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെയാണ് ഹാവ് ചേർക്കാൻ പറ്റുന്നത്, ഇതിൻ്റെ കൂടെയാണ് ഹാസ് പറ്റുന്നത്. നമുക്ക് നോക്കാം. ഐ ഹാവ്, വി ഹാവ്, യു ഹാവ്, ദേ ഹാവ്, ചിൽഡ്രൻ ഹാവ്, ടീച്ചേഴ്സ് ഹാവ്. കൂടാതെ എല്ലാ ബഹുവചനത്തിൻ്റെയും കൂടെ നമ്മൾ എന്ത് ചേർക്കുന്നു? ഹാവ് ചേർക്കുന്നു. അപ്പം നമുക്കൊരു ഉദാഹരണം നോക്കിയാലോ. യെസ്, ഐ ഹാവ് എ ബുക്ക്. ഇനി അത് ചോദ്യരൂപത്തിലേക്ക് മാറ്റണമെങ്കിൽ ഡു ചേർക്കുന്നു. ഡു യു ഹാവ് എ ബുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയണം? യെസ്, ഐ ഹാവ് എ ബുക്ക് എന്ന് പറയാം. ഇല്ലെങ്കിൽ നോ, ഐ ഡു നോട്ട് ഹാവ് എ ബുക്ക്. ഒരു എക്സാമ്പിളോട് നമുക്ക് കാണാം. ദേ ഹാവ് എ ബ്യൂട്ടിഫുൾ ഹൗസ്. ഇനി ചോദ്യരൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടി ഡു ദേ ഹാവ് എ ബ്യൂട്ടിഫുൾ ഹൗസ്. ഇല്ലെങ്കിലോ നോ, ദേ ഡു നോട്ട് ഹാവ് എ ബ്യൂട്ടിഫുൾ ഹൗസ്. ഇനി നമ്മൾ കാണേണ്ടത് ഹാസിൻ്റെ ഉപയോഗമാണ്. ഹാസിൻ്റെ ഉപയോഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തേർഡ് പേഴ്സൺ സിംഗുലറിൻ്റെ കൂടെയാണ് ഹാസ് ഉപയോഗിക്കുന്നത്. അവ ഏതാണെന്ന് ചോദിച്ചാൽ ഹീ, ഷീ, ഇറ്റ്, സിംഗുലറായിട്ട് വരുന്ന എല്ലാ നെയിംസ്. നമുക്കൊരു എക്സാമ്പിൾ കാണാം. ഹീ ഹാസ് എ ബൈക്ക്. അത് ചോദ്യരൂപത്തിലേക്ക് മാറുമ്പോഴത്തേക്കും ഡസ് ഹീ ഹാവ് എ ബൈക്ക്. നോ ആണെങ്കിലോ നോ, ഹീ ഡസ് നോട്ട് ഹാവ് എ ബൈക്ക്. ഒരു എക്സാമ്പിളോടെ നമുക്ക് നോക്കിയാലോ. റാണി ഹാസ് ബ്യൂട്ടിഫുൾ ഹെയർ. ചോദ്യമാണെങ്കിലോ ഡസ് റാണി ഹാവ് ബ്യൂട്ടിഫുൾ ഹെയർ. നോ ആണെങ്കിലോ നോ, റാണി ഡസ് നോട്ട് ഹാവ് ബ്യൂട്ടിഫുൾ ഹെയർ.